ചങ്ങായിമാരെ നമ്മളെ കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് എട്ടിന്റെ പണി വരാൻ പോകുന്നത്. നമ്മളെ ജസ്ന സലീമല്ലേ, ഓളെ വീണ്ടും മുസ്ലിം ആക്കിയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് അയക്കേണ്ട പരിപാടിയാണ് നമ്മളെ കേസില്ല വക്കീല് അഡ്വക്കേറ്റ് കൃഷ്ണരാജ് ചെയ്യാൻ പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട് നമ്മളെ കേസില്ല വക്കീല് ഇന്നലെ ജസ്ന സലീമിനെ മുസ്ലിമാക്കി, അതിനുശേഷം ജിഹാദിയുമാക്കി. അതിന്റെ കാരണം എന്താ വെച്ചാല് ഒരു കാലത്ത് സംഖ്യയുടെ എല്ലാമായ ജസ്ന സലീം ഇന്നലെ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ പോയിട്ട് അതിന്റെ മുന്നിൽ ഒരു വീഡിയോ എടുത്ത്, അതാണ് നമ്മളെ കേസില്ല വക്കീലായ കൃഷ്ണരാജിന്റെ നൈർമല്യമുള്ള തുളസി കതിര് പോലുള്ള ആ വർഗീയ മനസ്സിനെ ഒരുപാട് വേദനിപ്പിച്ചത്. അങ്ങനെ മനസ്സ് വേദനിച്ച നമ്മളെ കേസില്ല വക്കീല് അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, എപ്പോഴത്തെയും പോലെ നല്ല അടിപൊളി വർഗീയ പോസ്റ്റ്. ഞാൻ എന്തായാലും ആ അടിപൊളി വർഗീയ പോസ്റ്റ് ഇവിടെ വായിക്കാം. വെല്ലുവിളി: ജസ്ന സലീം എന്ന മുസ്ലിം ജിഹാദി സ്ത്രീ കുറെ നാൾ ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി വീഡിയോ ഷൂട്ട് നടത്തി രാജ്യത്തെ നിയമങ്ങളെ കാറ്റിൽ പറത്തി ആചാരലംഘനം നടത്തി ഹിന്ദു സമാജത്തെയും വിശ്വാസികളെയും വെല്ലുവിളിക്കുന്നു. ഇതുവരെ ഗുരുവായൂരായിരുന്നു ആ സ്ത്രീയുടെ വിളനിലം. ഞാൻ കേസ് കൊടുത്തു. കോടതി ക്ഷേത്ര പരിസരത്ത് കീഴിലുള്ള അഭ്യാസങ്ങൾ വിലക്കിയപ്പോൾ മറ്റു ക്ഷേത്രങ്ങളിൽ കയറിയായി ഇവരുടെ വിളയാട്ടം. ഇന്നിപ്പോൾ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ കയറി തിരുനേടിയുടെ തൊട്ടുമുള്ള ദീപസ്തംഭത്തിന് മുന്നിൽ വെച്ച് വീഡിയോ ഷൂട്ട് നടത്താനുള്ള ധൈര്യം ആ ജിഹാദിക്കുണ്ടായി. ഭാരതത്തിലെ ക്ഷേത്രങ്ങൾ ജിഹാദി ആക്രമണ ഭീഷണി നേരിടുന്ന ഈ സമയത്താണ് ഈ ജിഹാദി ക്ഷേത്രങ്ങൾക്കുള്ളിൽ കടന്ന് ഈ അഴിഞ്ഞാട്ടം നടത്തുന്നത്. ഈ തന്ത ഇല്ലായ്മ നിർത്തിച്ചേ പറ്റൂ. കണ്ട അഭിസാരികൾക്ക് കേറി നിരങ്ങാനുള്ളതല്ല ഹിന്ദു ക്ഷേത്രങ്ങൾ. എത്ര മാന്യമായ വാക്കുകളല്ലേ. ഈ അഭ്യാസം നിയമപരമായി നിർത്തിക്കാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. എന്തായാലും അധികം വൈകാതെ ഇവൾ സ്വാഭിമാന ഹൈന്ദവ വിശ്വാസികളുടെ കൈയുടെ ചൂട് നല്ലതുപോലെ അറിയാൻ സാധ്യതയുണ്ട്. ഹിന്ദു ക്ഷേത്രങ്ങളിൽ കയറി ഇത്തരം തെമ്മാടിത്തരങ്ങൾ തുടർന്നാൽ, ക്ഷേത്രങ്ങളിൽ കേടി അഴിഞ്ഞാടിയാൽ ഉണ്ടാവുന്ന ഭവിഷ്യത്ത് എന്താണെന്ന് ഹിന്ദു സമാജത്തിലെ ചുണക്കുട്ടികൾ ഇവളുടെ വീട്ടിൽ കയറി അറിയിക്കുന്ന ചടങ്ങ് വേണ്ടി വന്നേക്കാം. സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട. കേട്ടോ ജസ്ന സലീമേ? ഹായ് ഹായ്, എന്ത് നല്ല പോസ്റ്റ്, എന്ത് മാന്യമായ വരികള്. പോസ്റ്റിട്ട ഈ കേസില്ല വക്കീലും എല്ലാ സംഖ്യകളും കൂടിയിട്ടാണ് ഒരു കാലത്ത് ഈ ജസ്ന സലീം എന്ന് പറഞ്ഞവളെ പൊക്കിപ്പിടിച്ച് നടന്നത്. അതായത് ഒരു കാലത്ത് ജസ്ന സലീമിന്റെ സഹോദരി സഹോദരന്മാരായിരുന്നു ഈ സംഖ്യകൾ മൊത്തം. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ അന്ന് ജസ്ന സലീം മുസ്ലിമായി ഇരുന്നു കൊണ്ട് മുസ്ലിങ്ങളെ തെറി വിളിക്കുമായിരുന്നു. അന്നത്തെ ആ കാലത്ത് ഈ കേസില്ല വക്കീലും സംഖ്യകളും ആ തെറിവിളി കേട്ട് ജസ്ന സലീമിന് വേണ്ടി കൈകൊട്ടുമായിരുന്നു. സുഹൃത്തുക്കളെ, കൈകൊട്ടുമായിരുന്നു. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ജസ്ന സലീം പറഞ്ഞു, ഇനി ഞാൻ മുസ്ലിം അല്ല, ഞാൻ ഹിന്ദു ആകാൻ പോകുന്നു എന്ന്. അതോടുകൂടി നമ്മളെ കേസില്ല വക്കീൽ കൃഷ്ണരാജിനും സംഖ്യക്കും ജസ്ന സലീമിനോടുള്ള പഴയ ഇഷ്ടം അങ്ങില്ലാതായി. മുസ്ലിം അല്ലാത്ത ആൾ മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞാൽ സംഖ്യകൾക്ക് അവരെ ആവശ്യമേയില്ല. ഒന്നുകിൽ നിങ്ങളുണ്ടല്ല മുസ്ലിമായിട്ട് തന്നെ മുസ്ലിങ്ങളെ കുറ്റം പറയാം. അങ്ങനെയാണെങ്കിൽ 1200 രൂപയും ഉച്ചക്കഞ്ഞിയും നല്ല ബാറ്റയും സംഖ്യ ഡെയിലി തരും. അതുമല്ലെങ്കിൽ എക്സ് മുസ്ലിം ആയിട്ട് നമ്മൾ ആർപി ഹുസൈനിലെ ഓനെ പോലെ ഇരുന്നിട്ട് ഒരേ തെറി വിളിക്കുക. അങ്ങനെയാണെങ്കിൽ 850 രൂപയും ഉച്ചക്ക് കഞ്ഞിയും വൈകിട്ട് ഒരു നല്ല കാലിച്ചായും സംഖ്യകൾ ഡെയിലി വാങ്ങിത്തരും. അല്ലാതെ നിങ്ങളുണ്ടല്ല മുസ്ലിം എന്ന് ഞാൻ ഹിന്ദുവാ എന്നും പറഞ്ഞ് പോയി കഴിഞ്ഞാൽ സംഖ്യകൾ യാതൊരു വിലയും തരില്ല. നിങ്ങളുടെ വിലയുണ്ടല്ല നമ്മൾ അലി അക്ബറില്ലേ, ഇപ്പോഴത്തെ രാമസീമൻ, മൂപ്പറെ പോലെയും എടുക്കാത്ത പൈസയായി പോകും. ഈ അലി അക്ബർ എന്ന രാമസീമൻ ഉണ്ടല്ല, ആയ കാലത്ത് സംഖ്യകളെ പറ്റിച്ച് ഒരു സിനിമ എടുക്കാന്നെല്ലാം പറഞ്ഞ് കോടിക്കണക്കിന് ഉറുപ്പ്യ പറ്റിച്ചത്. പക്ഷെ എന്താ കാര്യം, അയാൾ മുസ്ലിം എന്ന് മാറിയിട്ട് ഹിന്ദു ആയ ശേഷം അയാൾ ഇപ്പൊ വീട്ടിലുണ്ടല്ല വെട്ടിയിട്ട വായത്തണ്ട് പോലെ ഒറ്റ കിടത്ത സംഖ്യക്ക് അയാളെ വേണ്ടേ വേണ്ട. അതുകൊണ്ട് ജസ്ന സലീമെ, നിങ്ങൾ എന്ന് മുസ്ലിം മതം വിട്ടിട്ട് ഹിന്ദുവാകാൻ നോക്കുന്നെന്ന് പറഞ്ഞോ അന്ന് നിങ്ങൾ കളരിക്ക് പുറത്തായി, സംഖ്യയുടെ കളരിക്ക് പുറത്തായി. ഇനി കൃഷ്ണരാജ് വക്കീലെ, നിങ്ങളോടാണ്. ഈ ജസ്ന സലീമിനെ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ജിഹാദികൾ ഉണ്ട് എന്ന് പറഞ്ഞില്ലേ, അതിലൊരു ജിഹാദിനെ ഞാൻ പറഞ്ഞുതരട്ടാ. അത് നമ്മളെ ജസ്ന സലീം തന്നെ വെളിപ്പെടുന്നുണ്ട്. ജസ്ന സലീമിനെ ഇത്രയും കാലം സപ്പോർട്ട് ചെയ്ത, ഇത്രയും കാലം എല്ലാ സഹായം ചെയ്തു കൊടുത്ത ആ ഒരു ജിഹാദി, വലിയ ജിഹാദി. നമുക്കെന്തായാലും ജസ്ന സലീം ഇത്രയും കാലം ജസ്ന സലീമിനെ സഹായിച്ച, എല്ലാ സഹായവും കൊടുത്ത ആ ജിഹാദിയുടെ പേര് വെളിപ്പെടുത്തുന്ന ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ? അതെ. അപ്പൊ എന്നെ ഈ ഉപദ്രവിക്കുന്നത് ഇപ്പൊ ഈ RSSകാരും BJPക്കാരും ഉപദ്രവിക്കുന്നത് അതുകൊണ്ടൊന്നുമല്ല. നമ്മൾ നേരത്തെ പ്രധാനമന്ത്രിയുടെ അടുത്തേക്ക് എത്തിയ കാര്യം പിന്നീട് നമ്മളോട് വിട്ടുപോയൊരു സംഭവമാണ്. ഞാൻ അന്നത്തെ ആ ഒരു പ്രശ്നം, അന്ന് എനിക്ക് ഫോട്ടോ കൊടുക്കാൻ പറ്റാത്ത സമയത്ത് ഞാൻ നേരെ സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചു. സുരേഷ് ഗോപി ചേട്ടനെ വിളിച്ചിട്ട് പറഞ്ഞു, ഏട്ടാ എനിക്ക് ഇങ്ങനെ PM ഫോട്ടോ കൊടുക്കണം എന്നുണ്ടായിരുന്നു, ലിസ്റ്റിൽ എന്റെ പേര് വന്നില്ല എന്നു. അപ്പൊ എന്നോട് തിരിച്ചു പറഞ്ഞു, ജസ്റ്റ് എനിക്ക് പറ്റിയൊരു അവസരം വരുന്നുണ്ട്, എന്റെ മകളുടെ വിവാഹത്തിന് അദ്ദേഹം വരുന്നുണ്ട്, ഒരുപക്ഷെ മീഡിയക്കാർ അറിയുന്നതിന്റെ മുമ്പ് ഞാനായിരിക്കും അത് അറിഞ്ഞിട്ടുണ്ടാവുക, നീ ആരോടും പറയരുത്, നിന്റെ ആഗ്രഹം ഞാൻ സാധിപ്പിച്ചു തരും, അത് നിനക്ക് പ്രോമിസ് ചെയ്തതാണല്ലോ. ഞാനും സുരേഷ് ഗോപി ചേട്ടനും 2016 തൊട്ടിട്ടുള്ള ബന്ധമാണ്. അന്ന് തൊട്ടിട്ട് ഇന്ന് വരെ സുരേഷ് ഗോപി ചേട്ടൻ എന്നെ അറിയാവുന്നതാണ്. അപ്പൊ അത് കേട്ട് പിന്നെ ഞാൻ ഓക്കെ, എന്നാലും എനിക്ക് ഭയങ്കര വലിയ ഉറപ്പൊന്നും ഇല്ലായിരുന്നു. പക്ഷെ തന്റെ മകളുടെ വിവാഹമാണെന്ന് പോലും നോക്കാതെ
എന്റെ ഈ ഒരു ആഗ്രഹം. എവിടെയോ കിടക്കുന്ന ഒരു പെണ്ണ്, ഒന്ന് ചിന്തിച്ച് നോക്കണം. നമ്മളൊക്കെ താൻ ഒരു പിതാവാണോ എന്ന് എനിക്കറിയില്ല, ഏതൊരു മാതാപിതാക്കൾക്കും തന്റെ മക്കളുടെ വിവാഹം എന്ന് പറയുന്നത് വളരെ ടെൻഷൻ പിടിച്ചിട്ടുള്ള ദിവസങ്ങളിലൂടെയാണ് കടന്നു പോവുക. എന്നിട്ട് പോലും ആ ഒരു സമയത്ത് പോലും ഇങ്ങനെ ഒരു കുട്ടി ഇങ്ങനെ ഒരു ആഗ്രഹം പറഞ്ഞിട്ടല്ലോ, അത് സാധിപ്പിച്ചു കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് അതും പോയി കേസിലെ വക്കീലേ, ഇങ്ങ് പോരെ ഇവളെയും ഇവളെ സഹായിക്കുന്നവരെയും വീട്ടിൽ കയറി എന്തോ ചെയ്യും നിങ്ങൾ പറഞ്ഞില്ലേ, പോയി ചെയ്യ്. നിങ്ങൾ സുരേഷ് ഗോപി തമ്പുരാനല്ലേ, മൂപ്പറ വീട്ടിൽ നേരെ വിട്ടോ, എന്നിട്ട് മൂപ്പറ പോയി ചെയ്യ്. മൂപ്പരാന്ന് പോലും ജസ്ന സലീമിന്റെ കൂടെ പണ്ടും ഉണ്ടായിരുന്നത് ഇപ്പോഴും ഉള്ളത്. ജസ്ന സലീം ഏത് പാതിരാത്രിക്ക് വിളിച്ചാലും വിളിപ്പുറത്ത് നമ്മളെ സുരേഷ് ഗോപി തമ്പുരാനുണ്ടെന്നാണ് ജസ്ന സലീം പറയുന്നത്. എന്തിനി BJP-യിലെ പല നേതാക്കന്മാരും കാത്തിരുന്നിട്ടും, നിങ്ങളടക്കം കാത്തിരുന്നിട്ടും, കണ്ണിലെണ്ണയിച്ച് കാത്തിരുന്നിട്ടും നിങ്ങൾക്ക് നരേന്ദ്രമോദിന്റെ അടുത്ത് പോയി നിൽക്കാൻ കഴിഞ്ഞോ? പറ്റിയില്ലല്ലോ. പക്ഷെ ജസ്ന സലീമിന് പറ്റി. അതെങ്ങനെ പറ്റി? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ സുരേഷ് ഗോപി തമ്പുരാൻ ജസ്ന സലീമിന്റെ മുന്നിലും പിന്നിലും സഹായിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് ജസ്ന സലീമിന് നരേന്ദ്രമോദിയെ വരെ വളരെ ഈസി ആയിട്ട് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് കേസില്ല വക്കീലെ കൃഷ്ണരാജെ, നിങ്ങൾ ആൺകുട്ടിയാണെങ്കിൽ നട്ടെല്ലുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞ വാക്ക് പാലിക്കണം. ജസ്ന സലീമിനെ സഹായിക്കുന്നത് ആരാണോ അവരുടെ വീട്ടിൽ കയറി എന്തൊക്കെ ചെയ്യുന്നു പറഞ്ഞിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്തേ പറ്റൂ. ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ നട്ടെല്ലില്ലാത്ത ഒരു വെറും പോഴനാണെന്ന് മലയാളികൾ മൊത്തം പറയും. അതുകൊണ്ട് എല്ലാ ആവശ്യം കഴിഞ്ഞിട്ട് കറിവേപ്പില ചാടും പോലെ ഈ സാധനത്തിനാ മുസ്ലിങ്ങളുടെ അടുത്തേക്ക് തള്ളിവിടാൻ വേണ്ടി നോക്കണ്ട കൃഷ്ണരാജ് വക്കീല്. അതുകൊണ്ട് നിങ്ങൾ സംഘികൾ തന്നെ ഈ സാധനത്തിന് ഏറ്റെടുത്തോ. കുറെ കാലം നിങ്ങൾ താഴെ വെച്ചാൽ ഉറുമ്പരിക്കും, തലയിൽ വെച്ചാൽ പേനരിക്കും എന്ന് പറഞ്ഞിട്ട് നെഞ്ചത്ത് കൊണ്ടു കിടന്നില്ല ഈ സാധനത്തിനാണ്. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പൊ ഒരു പ്രയോജനം ഇല്ലാന്ന് കണ്ടപ്പം ആ നെഞ്ചത്ത് വെച്ച സാധന ഇങ്ങനെ തെറി വിളിക്കാൻ പാടില്ല കൃഷ്ണരാജ് വക്കീല്. അതുകൊണ്ട് ഞാൻ ഒരു കാര്യം പറയാം, കേരളത്തിലെ മുസ്ലിമിനോ ഹിന്ദുവിനോ ഈ ജസ്ന സലീമിനോ ഒരാവശ്യമില്ല. ആവശ്യമുള്ളതും ആവശ്യമുണ്ടായിരുന്നതും അവിടെ ആവശ്യം പോലെ കൈകാര്യം ചെയ്തതും കേരളത്തിലെ സംഘികൾ മാത്രമാണ്. അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഫീൽഡ് ഔട്ട് ആക്കിയ സാധനത്തിനാ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക മാത്രമല്ല ചെയ്യേണ്ടത്. കേസില്ല വക്കീൽ കൃഷ്ണരാജെ, നിങ്ങൾ പറഞ്ഞ വാക്കിന് വിലയുള്ള ആണെങ്കിൽ നട്ടലുണ്ടെങ്കിൽ നിങ്ങൾ അവരെ സഹായിച്ചവരെ വീട്ടിൽ കയറി ആ ചെയ്യുന്നു പറഞ്ഞ കാര്യം ചെയ്തിരിക്കണം. അപ്പൊ കേസില്ല വക്കീൽ കൃഷ്ണരാജ് ജസ്ന സലീമിനെ സഹായിച്ച സുരേഷ് ഗോപി തമ്പുരാനെ വീട്ടിൽ കയറി എന്താണ് ചെയ്യുന്നത് നമുക്ക് കാത്തിരിക്കാം. അപ്പൊ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും എന്റെ ഒരു നല്ല സുലാൻ.